ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. അനുദിന ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും നിലയിൽ ഒരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഏതെങ്കിലും തരത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് യാതൊരുവിധമായ അധ്വാനവുമില്ലാതെ കാര്യം നടക്കണം. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. ചില ആളുകളെങ്കിലും അത്ഭുതത്തിനു വേണ്ടി കാത്തിരുന്നിട്ട് ഒടുവിൽ ദൈവത്തെ കുറ്റം പറയും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 4 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനെ ദൈവം തന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു താഴ്വരയിൽ നിർത്തുകയാണ്. അത് അസ്ഥികൾ നിറഞ്ഞ താഴ്വരയായിരുന്നു. ആ അസ്ഥികൾ സാധാരണ നിലയിലുള്ള ഒരു വിവരണമല്ല കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും ഉണങ്ങിയിരുന്നു എന്നാണ് നമ്മൾ തുടർന്ന് വായിക്കാൻ കഴിയുന്നത്. തന്നെയുമല്ല, അത് ഏറ്റവും അധികമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണല്ലേ നമ്മൾ വായിക്കുന്നത്. ഈ അസ്ഥിത്താഴ്വരയിലെത്തിയ പ്രവാചകന്റെ മനസ്സിലേക്ക് 1000 ചിന്തകൾ ഓടി വന്നു കാണും. എന്നാൽ ഏതെങ്കിലും ഒരു ചിന്ത ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ്, തന്നെയുമല്ല അതേക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ദൈവത്തോട് ചോദിക്കും മുമ്പ്, ദൈവം തന്നെ പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. അതിന്റെ അർത്ഥം എന്താ? പ്രവാചകനോട് ചോദിച്ചെങ്കിലേ ദൈവത്തിന് അറിയുള്ളൂ ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും പ്രവാചകനേക്കാൾ അക്കാര്യം അറിയുന്നത് ദൈവമല്ലേ, അറിയേണ്ടത് ദൈവമല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകനോട് ചോദിച്ചത്? ദൈവത്തിന് അറിയാമെന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും നമ്മുടെ ഒരു വിലയിരുത്തൽ ദൈവത്തിന് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ എങ്ങനെ ആയിരുന്നത് കൊണ്ട് പ്രവാചകൻ വല്ലാതെ പരിഭ്രമിച്ചു കാണും. എങ്കിലും താൻ ഇത്രയും പറഞ്ഞു ദൈവത്തോട്, യഹോവയായ കർത്താവേ, നീ അറിയുന്നു ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. ഞാൻ എങ്ങനെയാ പറയുന്നത്? അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. പ്രവാചകൻ പറഞ്ഞ മറുപടി ദൈവം അംഗീകരിച്ചെന്നോ അംഗീകരിച്ചില്ലെന്നോ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനോ ഒന്നും ദൈവം മുതിർന്നില്ല. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം മറുപടി കൊടുത്തില്ല എങ്കിൽ പോലും പ്രവാചകനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിച്ചു പറയണം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവമേ, ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് നിനക്കറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ പറയണം ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന്. നീ പറയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രവാചകൻ സ്വയം കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും പറയണമെന്നല്ല. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം. ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം എന്ന് പ്രവാചകൻ പറയുകയാണല്ലോ. എന്നാൽ അത് വാസ്തവത്തിൽ പ്രവാചകൻ വിശ്വാസത്തോടെയാണോ പറഞ്ഞതെന്ന് ദൈവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്, നീ ഈ അസ്ഥികളോട് പ്രവചിച്ച് പറയണം. എന്താ പറയേണ്ടത്? യഹോവ അരുളി ചെയ്യുന്നു എന്നാ പറയേണ്ടത്. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവരാ. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്നും ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളൂ എന്നുമൊക്കെ നമ്മൾ സമ്മതിക്കുന്നവരും പറയുന്നവരുമൊക്കെയാ. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ പലരും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ തളർന്നിരിക്കുന്നവരും നിരാശയോടെ ഇരിക്കുന്നവരുമൊക്കെയാണ്. പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ഒരു മറുപടിയും കിട്ടുന്നില്ല. എത്ര ഉപവസിച്ചിട്ടും കാര്യങ്ങൾക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം തന്നെ നേരിട്ട് നമ്മോട് സംസാരിക്കുന്നത്. ഈ പ്രശ്നം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പ്രശ്നത്തെ നോക്കി വിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങണം. തന്നെയുമല്ല, നിങ്ങൾ ഈ സംസാരം നിർത്തുവാനേ പാടില്ല. എത്ര നാൾ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നുവോ അത്രയും നാളും ദൈവമായ ഞാൻ നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഒരു ആവേശത്തിൽ നമ്മൾ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കുറേ ദിവസമൊക്കെ നമ്മൾ പരിശ്രമിച്ചു വന്നിരിക്കും. ആദ്യത്തെ 1-2 ദിവസം കുറേ വാശിയോടെയും ശക്തിയോടെയും ഒക്കെ പറഞ്ഞു നിന്നിരിക്കും. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അറിയാതെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ കാരണം. നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്.
വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം, വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വിശ്വാസത്തിൽ താഴോട്ട് പോകുന്ന അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ എങ്ങനെ ദൈവം നമുക്ക് മറുപടി നൽകും? അസ്ഥി താഴ്വരയിലാണ് താൻ നിൽക്കുന്നത്. അസ്ഥികൾ ചിതറിക്കിടക്കുകയാ. അത് ഉണങ്ങിയതാ അല്ല, ഏറ്റവും ഉണങ്ങിയതാ. ഇതെല്ലാം തിരിച്ചറിയുന്ന പ്രവാചകനാണ് പറയുന്നത്, കർത്താവേ, ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന് നീ അറിയുന്നു. എന്നാൽ ദൈവം പ്രവാചകനോട് പറയുകയാ, നീ ഈ അസ്ഥികളോട് പ്രവചിച്ചു പറയണം. പിന്നെ ഒട്ടും മടിച്ചില്ല. നമുക്ക് അതിന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കുക, ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ദൈവത്തിന് സന്നിധിക്കുന്ന പ്രിയ മക്കൾ അധികം ധൈര്യത്തോടെ അധികം വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സഹായിക്കണമേ. മറുപടി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.